അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്നാം ക്ലാസ്സിലെ തഫ്ഹീമുൽ ഖിറാഅ രണ്ടാം ഭാഗത്തിലെ മൂന്നാമത്തെ ചാപ്റ്ററിലെ രണ്ടാമത്തെ യൂണിറ്റാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ചിത്രത്തിൽ കണ്ടല്ലോ, തണ്ണിമത്തനെയാണ് നമ്മൾ കാണുന്നത്. ഈ തണ്ണിമത്തൻ്റെ പേരോടുകൂടെയാണ് നമ്മൾ ഈ പാഠം പഠിക്കാൻ പോകുന്നത്. ഇതിലെ ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ ത്വാഇനെ കുറിച്ച്, ത്വാ എന്ന അക്ഷരത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിൽ ത്വാഇനെ നീട്ടി ഉച്ചരിക്കുന്നതും അതുപോലെ ത്വാഇന് ശ്രദ്ധ കൊടുത്താൽ എങ്ങനെ വായിക്കണം എന്നുള്ളതും, അതുപോലെ തന്നെ തെൻവീന് വന്നാൽ വ്യത്യസ്ത രൂപത്തിലുള്ള തെൻവീനുകൾ വന്നാൽ എങ്ങനെ വായിക്കണം, ഇതൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് പ്രധാനമായിട്ടും ത്വാ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കൊടുത്ത് ബിത്തീഖ്, എന്താ വായിക്കുക? ബിത്തീഖ്, ബി തീ. ത്വാഇൻ്റെ കെസറിന് നീട്ടാനാണ് ഇവിടെ എന്ത് കൊടുത്തിട്ടുള്ളത്? യാ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കെസറിന് നീട്ടാൻ യാ കൊടുത്തു. ബിത്തീഖ്, ബിത്തീഖ് എന്നാ വായിക്കുക. ഓക്കെ. രണ്ടാമത്തത് കൊടുത്തത് എന്താണ്? തെൻവീന്. രണ്ടാമത്തെ ലൈനിൽ കൊടുത്തത് തെൻവീനാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് തെൻവീന്? ഒന്നാമത്തേൽ തെൻവീൻ ഫത്തഹാണ്. ത്വാഇന് ഷദ്ദുള്ള ത്വാഇന് തെൻവീൻ ഫത്തഹ. അപ്പോൾ എങ്ങനെ വായിക്കും? ഖത്വൻ. എങ്ങനെ വായിക്കും? ഖത്വൻ, ഖത്വൻ. ഇനി അടുത്തതോ തൻവീൻ ലൊമ്മ കൊടുത്തിട്ടുള്ളതാണ്. ഖത്വൻ, ത്വാഇന് ഷദ്ദുള്ള ത്വാഇന് തൻവീൻ ലൊമ്മ കൊടുത്ത്. ഇവിടെ ഈ ലൊമ്മിൻ്റെ രൂപം ശ്രദ്ധിക്കണം കേട്ടോ. ഈ രൂപം പരിശുദ്ധ ഖുർആനിൽ വരുന്നതാണ്. അപ്പോൾ ഈ രൂപത്തിൽ കണ്ടാൽ തൻവീൻ ലൊമ്മാണെന്ന് മനസ്സിലാക്കണം. അതിനാണ് ആ രൂപത്തിലുള്ള എഴുത്തന്നെ ഇതിൽ കൊടുത്തത്. അപ്പോൾ എന്താ വായിക്കുക? ഖത്വൻ, ഖത്വൻ. അടുത്തത് തൻവീൻ കെസർ. എങ്ങനെ വായിക്കുക? ഖത്തിൻ, ഷദ്ദുള്ള ത്വാ ആണ് കേട്ടോ. ഖത്തിൻ. എന്താ വായിക്കുക? ഖത്തിൻ. ഇനി അടുത്തത് നീട്ടി വായിക്കാനുള്ള ത്വാഇന് ഷദ്ദുള്ള ത്വാഇനെ നീട്ടി വെച്ചിരിക്കുക. ഫത്തഹിനെ നീട്ടൽ അലിഫ് കൊണ്ട്, ലൊമ്മിനെ നീട്ടൽ വാവ് കൊണ്ട്, കെസറിനെ നീട്ടൽ യാ കൊണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് വായിക്കാം? ഖത്വാബുൻ. എന്താ വായിക്കുക? ഖത്വാബുൻ, ഖത്വാബുൻ. ഷദ്ദുള്ള ത്വാ ആണ്. ആ ഫത്തഹിനെ നീട്ടാനാണ് ഇവിടെ ഈ അലിഫ് കൊടുത്തിട്ടുള്ളത്. ഖത്വാബുൻ, ഖത്വാബുൻ. അടുത്തെന്താ വായിക്കുക? ഖത്തൂ എന്നാ വായിക്കുക. ഖത്തു, ഖത്തൂ, ഖത്തൂ. ശബ്ദമുള്ള തോ ആണ് കേട്ടോ. ആ ലൊമ്മിനെ നീട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വാവ് കൊടുത്തത്. അപ്പം എന്ത് വായിക്കും? ഖത്തൂ. എങ്ങനെ വായിക്കും? ഖത്തൂ. ഇനി അടുത്തതോ ബിത്തീഖുൻ, ബിത്തീഖുൻ, ബിത്തീ. ശബ്ദമുള്ള തോ അതിന് കെസറ് ബിത്തീ. അതിനെ നീട്ടാൻ, കെസറിനെ നീട്ടാൻ യാവ് കൊടുത്തു. ബിത്തീഖുൻ. എന്താ വായിക്കുക? ബിത്തീഖുൻ. ഇനി അക്ഷരങ്ങൾക്ക് ഫത്തവും കെസറും കൊടുത്ത രൂപങ്ങൾ. ത്വ, ത്വാ, ത്വാ ഫത്തഹ്. ത്വാഇന് ഫത്തഹ് ഇട്ടു. ആ ഫത്തഹിന് നീട്ടിയത് രണ്ടാമത്തെ ത്വാ. അടുത്ത് തു. എന്താ വായിക്കുക? ലൊമ്മിട്ടാൽ തു എന്ന് വായിക്കുന്നു. അതിന് വാവ് കൊടുത്തു. ലൊമ്മിനെ നീട്ടാൻ വാവ് കൊടുത്തു. അപ്പം എന്ത് വായിക്കും? തൂ, തു, തൂ. ഇനി അടുത്ത തി. എന്താ വായിക്കുക? തി. ആ തി എന്നതിനെ നീട്ടിയിട്ട് എങ്ങനെ വായിക്കും? തി, തീ, തി, തീ. അപ്പോൾ ഓരോന്ന് വായിക്കുമ്പോൾ ത്വ, ത്വാ, തു, തൂ, തി, തീ. ഓക്കെ. ഇനി അടുത്ത് ശുദ്ധ കൊടുത്ത വാക്കുകൾ. അത്വ. എന്താ വായിക്കുക? അത്വ. അടുത്തതോ ഖത്തു, ഖത്തു. അടുത്തതോ ഹുത്തി. എന്താ വായിക്കും? ഹുത്തി. ഹുത്തി എന്ന് പറയുന്നുണ്ട്. താ പറയരുത്. ഹുത്തി, ഹുത്തി. അത്വ, ഖത്തു, ഹുത്തി. വായൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? ശബ്ദം നിറയണം. ഈ അക്ഷരം പറയുന്ന സമയത്ത് സാധാ താ പറയുന്നത് മാതിരി അല്ല ത്വാ പറയേണ്ടത്. അത് നമ്മൾ പാട്ടിലൂടെ ഇൻഷാ അല്ലാഹ് പരിചയപ്പെടുന്നുണ്ട് എങ്ങനെയാണത് പറയേണ്ടതെന്നുള്ളത്. ഇനി വർക്കിലേക്ക് കടന്ന ഒന്നാമത്തെ നഖറ വായിച്ച് പഠിക്കാനാണ്. എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? ചില വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അത് സ്വന്തമായിട്ട് കുട്ടികൾ എന്ത് ചെയ്യണം? വായിക്കണം. എന്താ വായിക്കുക? ത്വാബ, ത്വാബ. ത്വാ എന്നതിൻ്റെ ഫത്തഹിനെ നീട്ടാനാണ് എന്ത് കൊടുത്തത്? അലിഫ് കൊടുത്തത്. അപ്പോൾ എന്ത് വായിക്കും? ത്വാബ. എന്താ വായിക്കുക? ത്വാബ. അടുത്തതോ തീബുൻ. എന്ത് വായിക്കും? തീബുൻ. ത്വാഇൻ്റെ കെസർ. ആ കെസറിനെ കിട്ടാൻ യാ കൊടുത്തു. തീ. ആ യാ അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ തിബുന്ന വായിക്കുക. അവിടെ യാ കൊടുത്തുകൊണ്ട് തീബുൻ. ആ ത്വാഇൻ്റെ കെസറിനെ നീട്ടാൻ വേണ്ടി യാ കൊടുത്തു. അടുത്തതോ തൂസുൻ. എന്താ വായിക്കുക? തൂസുൻ. ത്വാഇന് ലൊമ്മ. ആ ലൊമ്മയെ നീട്ടാൻ വാവ് കൊടുത്തു. തൂസുൻ. എന്ത് വായിക്കും? തൂസുൻ. ഇനി അടുത്തത് എന്താ? ഹുത്ത. എന്താ വായിക്കുക? ഹുത്ത. ത്വാഇന് ഷദ്ദ് കൊടുത്തിട്ടുള്ളത് ഫത്തഹാണ്. ഹുത്ത. അടുത്തതോ ഖത്തിൻ.
ഷദ്ദുണ്ട്, ത്വാഇന് ഷദ്ദുണ്ട്, അതിന് പുറമെ തെൻവീൻ കെസ്റുമാണ്. ഖത്തിൻ ഖത്തിൻ. അടുത്തത് തെൻവീൻ ലൊമ്മാണ്, ത്വാഇന് ഷദ്ദുമുണ്ട്. അപ്പോൾ എന്ത് വായിക്കും? ബത്തുൻ. എന്താ വായിക്കുക? ബത്തുൻ എന്നോട് പറഞ്ഞാൽ ബത്തുൻ. അങ്ങനെ എന്ത് ചെയ്യുക? ഓരോ വാക്യങ്ങളും വായിച്ച് പഠിക്കുക. ഇനി അടുത്ത നെക്തുബി എഴുതാനുള്ളതാണ്. 1, 2, 3 അടിയിൽ നിന്ന് മുകളിലോട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ എന്താ? ഇബ്തുൻ, ഖൈതൻ, ഖത്തിൻ, ഖിതാബൻ. അത് ഓരോന്നും കൃത്യമായിട്ട് എഴുതണം. നമ്മൾ ആ വരയിലൂടെ തന്നെ എഴുത്ത് പോകണം. ഏതൊക്കെ ഭാഗങ്ങൾ അടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, മുകളിലേക്ക് കയറിയിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ട് എഴുതണം. ഇവിടെ അലിഫ് എഴുതിയവ കണ്ട, ആ നല്ല ഈ എഴുതിയവ കണ്ടില്ലേ? അതിൻ്റെ കുർസി അടിയിലേക്കാണ് വന്നത്, വരൻ്റെ അടിയിലേക്കാണ്. പിന്നെ ഇവിടെ ഒക്കെ പുള്ളികൾ മാത്രമേ അടിയിലേക്ക് വന്നിട്ടുള്ളൂ. ബാക്കി അതുപോലെ തന്നെ കെസറും ബാക്കിയൊക്കെ വരയുടെ മുകളിലും വരമക്കൂടൊക്കെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യണം? എഴുതണം. എങ്ങനെങ്കിലും എഴുതുക എന്നുള്ളതല്ല, ഉള്ള എഴുത്ത് എന്ത് ചെയ്യണം? ഈ രൂപത്തിൽ ഏതൊക്കെ അക്ഷരങ്ങൾ വരിയുടെ താഴത്തേക്ക് പോയിട്ടുണ്ട്, ഏതൊക്കെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്, ഏതൊക്കെ വരമക്കൂടെ പോയിട്ടുണ്ട്, അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം എഴുതേണ്ടത്. ഇനി അടുത്ത നഖ്റഉ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് വായിച്ച് പഠിക്കാനാണ്. അപ്പോൾ ഈ വാക്കുകൾ, ഈ 6 വാക്കുകൾ കുട്ടികൾ എന്ത് ചെയ്യണം? നോക്കി വായിക്കുക എന്നുള്ളതാണ്. ഇത് ഇവിടെ നോക്കി വായിക്കുക എന്നുള്ളത്, ത്വാഇന് വട്ടം വരയ്ക്കാനൊന്നുമില്ല, ഇവിടെ വായിച്ച് പഠിക്കുക എന്നുള്ളത് തന്നെ. ഒന്നാമത്തെ എന്താ? ഹബിത്വത്ത്, ഹബിത്വത്ത്, ഹബിത്വത്ത്. അടുത്തതോ ബിബാസിത്തിൻ, ബിബാസിത്തിൻ. അടുത്തത് അസ്ബാത്തൻ, അസ്ബാത്തൻ, അസ്ബാത്തൻ. ഇനിയുള്ള ഈ 3 വാക്യങ്ങളും കുട്ടികൾ സ്വന്തമായിട്ട് വായിക്കുക. വളരെ സിമ്പിളാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വായിക്കാൻ കിട്ടും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇനി നമുക്ക് ആ അക്ഷരങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യുക? ഒന്ന് പഠിക്കുക. അക്ഷരങ്ങളെ ഉച്ചാരണം, അതുപോലെ തന്നെ ത്വാ വരുന്ന ഒരുപാട് വാക്കുകൾ നമുക്ക് എന്ത് ചെയ്യുക? പറഞ്ഞു പഠിക്കാം. നാവിൻ തലമേൽ മുൻപല്ലിൻ്റെ മുരടിൽ വെച്ച് പറഞ്ഞോളൂ, കാറ്റില്ലാതെ വായ നിറച്ച് നല്ലൊരു ത്വാ പറഞ്ഞോളൂ. നാവിൻ തലമേൻ മുൻപല്ലിൻ്റെ മുരടിൽ വെച്ച് പറഞ്ഞോളൂ, കാറ്റില്ലാതെ വായ നിറച്ച് നല്ലൊരു ത്വാ പറഞ്ഞോളൂ. എന്താ പാട്ടിൽ പറഞ്ഞത്? നാവിൻ തലമേൽ മുൻപല്ലിൻ്റെ മുരടിൽ വെച്ച് പറഞ്ഞു. നാവിൻ്റെ തല, ആ തലഭാഗം മേൽ മുൻപല്ല്, നമ്മുടെ മേൽഭാഗത്തുള്ള മുൻപല്ലുണ്ടാകും, അതിൻ്റെ മുരട്ടിൽ വെച്ച് എന്ന് പറഞ്ഞാൽ ഊനും പല്ലും കൂടെ യോജിക്കുന്ന സ്ഥലമുണ്ടല്ലോ, ആ മുരട്, ആ മുരടിൽ വെച്ചിട്ട് പറയുക. എങ്ങനെ? കാറ്റില്ലാതെ പറയണം. ആ അക്ഷരം പറയുന്ന ത്വാ എന്ന് പറയുന്ന സമയത്ത് കാറ്റ് പുറത്തേക്ക് പറയാൻ പാടില്ല. പിന്നെ എങ്ങനെയായിരിക്കണം? വായ നിറച്ച് പറയണം. വായ നിറച്ച് എന്ത് ചെയ്യണം? പറയണം ത്വാ എന്ന അക്ഷരം. എന്നിട്ട് നല്ലൊരു ത്വാ പറഞ്ഞോളൂ. അപ്പോൾ ത്വാ എന്ന് പറഞ്ഞു നോക്കി, വായിൽ നിന്ന് കാറ്റ് പുറത്ത് പോകാതെ വായ നിറയെ ശബ്ദമുണ്ടാകണം. ആ രൂപത്തിൽ എന്ത് ചെയ്യുക? പറയുക. നാവ് എവിടെ തട്ടണം? നാവിൻ്റെ തല മേലെ മുൻപല്ലിൻ്റെ മുരട്ടിലും തട്ടണം. എന്നിട്ട് പറഞ്ഞു നോക്കി, ത്വാ തൂ ത്രീ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. ത്വാ തൂ ത്രീ. അങ്ങനെ വായ നിറയെ ശബ്ദമുണ്ടാക്കും. ഇത് എന്ത് ചെയ്യണം? അക്ഷരത്തെ തടിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? പറയുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. നാവിൻ്റെ തല മേൽ മുൻപല്ലിൻ്റെ മുരട്ടിലാണ് തട്ടേണ്ടത്. ഇനി അടുത്ത് ത്വാ വരുന്ന കുറേ വാക്കുകളുള്ളൊരു ബൈത്താണ്. ത്വാഇൻ്റെ ഉച്ചാരണം ശരിയാക്കുക എന്നുള്ളതാണ്. ത്വാ പഠിക്കാൻ ത്വാഹിറുമുത്ത്, ത്വാലിബ് പോയി ത്വർത്തൂസിൽ, ത്വയ്റ് പഠിച്ചു ശത്ർ പഠിച്ചു, ഖത്ത് പഠിച്ചു ത്വർത്തൂസിൽ. ഒന്നുകൂടെ. ത്വാ പഠിക്കാൻ ത്വാഹിറുമുത്ത്, ത്വാലിബ് പോയി ത്വർത്തൂസിൽ, ത്വയ്റ് പഠിച്ചു ശത്ർ പഠിച്ചു, ഖത്ത് പഠിച്ചു ത്വർത്തൂസിൽ. ഈ ബൈത്ത് ചൊല്ലണ സമയത്ത് അതിൽ വന്ന ത്വാകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉച്ചരിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ത്വാ, അതുപോലെ ത്വാഹിർ, പിന്നെ ത്വാലിബ്, ത്വർത്തൂസ്, ത്വയ്റ്, ശത്ർ, ഖത്ത്, ത്വർത്തൂസ്. ഇങ്ങനെയുള്ള ത്വാ വരുന്ന വാക്യങ്ങൾ വ്യത്യസ്തമായിട്ട് കൊടുത്ത് ബൈത്തിലൂടെ പഠിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമാക്കി കൊടുത്തത്. ഇനി അടുത്ത എന്താണ്? അടുത്ത അതേപോലെ തന്നെ ത്വാഇൻ്റെ വ്യത്യസ്ത ത്വാഇനെ കുറിച്ചുള്ള വാക്കുകൾ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. ത്വയ്ബയിലേക്ക് പറക്കും കിളിയെ തൂരിസിനാമല കാണാമോ, ത്വാഹ പിറന്നൊരു മക്കയിലെത്തി നല്ല ത്വവാഫും ചെയ്യാമോ,
മുസ്തഫ നബിയുടെ ചരിതമുറങ്ങും ത്വായിഫ് നഗരം കാണാമോ. ഇതിലൊക്കെ റെഡ് കളർ കൊടുത്തൊക്കെ ത്വാ വെച്ചുള്ള വാക്കുകളാണ്. ത്വയ്ബ ഫസ്റ്റത്തെ വരിയിൽ ത്വയ്ബ പറഞ്ഞു, രണ്ടാമത്തെ വരിയിൽ തൂരിസിന, ഓക്കെ. അടുത്തത് ത്വാഹ പറഞ്ഞു, അടുത്തത് ത്വവാഫ് പറഞ്ഞു, അടുത്തത് മുസ്തഫ പറഞ്ഞു, അടുത്തത് ത്വായിഫ് പറഞ്ഞു. അങ്ങനെ വ്യത്യസ്ത വാക്കുകളാണ്, അറബി പദങ്ങളാണ് ത്വാ വെച്ചിട്ട്. ആ ത്വാ ഉച്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെറും രസ്തിനി ബൈത്ത് അത് ചൊല്ലിയാൽ പോരാ, പിന്നെന്ത് ചെയ്യണം, ത്വാഇൻ്റെ ഉച്ചാരണം ക്ലിയർ ആണോ എന്ന് ശ്രദ്ധിക്കണം. ഒന്നുകൂടെ പാടാം. ത്വയ്ബയിലേക്ക് പറക്കും കിളിയെ തൂരിസിന മല കാണാമോ. ത്വാഹ പിറന്നൊരു മക്കയിലെത്തി നല്ല ത്വവാഫും ചെയ്യാമോ. മുസ്തഫ നബിയുടെ ചരിതമുറങ്ങും ത്വായിഫ് നഗരം കാണാമോ. ഇൻഷാ അല്ലാഹ് ഇതിലുള്ള വാക്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക, വായിച്ച് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കൾക്ക് എല്ലാവർക്കും പഠിക്കാനുള്ള നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അല്ലാഹു തആല വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ. എല്ലാ അക്ഷരങ്ങളും അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ, ആ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനത്ത് നിന്ന് തന്നെ ഉച്ചരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.